അസ്സലാമലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ് ഞാനും കുടുംബമൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കണം. എല്ലാ ദിവസവും ആത്മഹത്യകളും ട്രെയിനിൽ തലവെക്കലും കൊലപാതകങ്ങളും ഇതെല്ലാം കേട്ട് 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 മനസ്സ് മരവിച്ച് പോകുന്ന മാതിരിയുണ്ട്. ഏതായാലും ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ജിസ്മോളുടെ കോട്ടയം അയർക്കുന്നത്ത് ജിസ്മോൾ ആറ്റച്ചാടി 2 കുഞ്ഞുങ്ങളായിട്ട് പറയുമ്പോൾ ആ പെൺകുട്ടി ഒരു അഡ്വക്കറ്റ് കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു സഹോദരനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ സഹോദരന് ഞാനൊരു കമൻ്റ് ഇട്ടായിരുന്നു. അതായത് അഡ്വക്കറ്റല്ല, ജഡ്ജി ആയാലും 80% വീടുകൾ അകത്തളങ്ങളിൽ സ്ത്രീകൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതിലൊരു 20% നമുക്ക് അല്ലാത്തതായിട്ടുണ്ടാവാം. ഈ പുറത്തു പോയി ജോലി ചെയ്തു വരുന്ന പെൺകുട്ടികൾക്ക് പല പ്രശ്നങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത്. പുറത്തുള്ളത് അങ്ങനെ നേരിടണം, വീട്ടിൻ്റെ അകത്ത് വന്ന് അങ്ങനെ നേരിടണം, ജോലി അന്വേഷണങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അവരുടേതായ കാര്യങ്ങൾക്ക് ഭർത്താവിൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയ പൈസ തിരിച്ചു ചോദിച്ചു ഭർത്താവ് എന്നാണ് പറയണത്. അപ്പോൾ എത്രത്തോളം ഇതിന് അവർ ഒരുപാട് പണവും പ്രശസ്തിയുള്ള ആൾക്കാരുമാണ്. അമ്മായിയമ്മ ടീച്ചറാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ട് വിവരക്കേട് കൊണ്ട് വന്നതല്ല, ക്രൂര മനസ്സുകൊണ്ട് വന്നതാണ്. നിറത്തിൻ്റെ പേരിൽ, മുതലിൻ്റെ പേരിൽ. ഇപ്പോൾ കുറച്ച് മുമ്പും കൂടി ഞാൻ ആ വീഡിയോ കണ്ടു. ആ സഹോദരൻ നിന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആയിട്ട് അവളുടെ ഒരു ഷെയർ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചു, ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ല എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു സ്ത്രീധന കേസ് കൊണ്ട് സമീപിക്കുന്നത് ഒരു വക്കീലിനെയാണ്. ആ വക്കീൽ സമീപിക്കുന്നത് നമ്മളെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഒക്കെ ഉള്ള ജഡ്ജിമാരെയാണ്. അവിടെയും ഒരു സ്ത്രീയാണെങ്കിൽ അവർക്കും അനുഭവങ്ങൾ ഏറെയായിരിക്കും അല്ലേ? കാരണം ആ പെൺകുട്ടി നല്ല ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കാനോ. സെക്രട്ടേറിയറ്റ് ചെന്നിട്ട് അവരെ കൂട്ടുകാരി ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഞാൻ കണ്ടു. IAS പോലും ആ ചേച്ചി ഞാൻ പോയി ചോദിക്കാം, നമുക്കെന്താ ശരിയാണ്, ഞാനും പോയി ചോദിക്കും, ആരാണെങ്കിലും ഞാനും പോയി എൻ്റെ കാര്യം ചോദിക്കും. എനിക്ക് അങ്ങനെ ഒരു പേടിയതൊന്നുമില്ല. നമ്മൾ അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞാലേ നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ ആവശ്യങ്ങൾ ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാമല്ലോ. കാരണം ഇന്ന സ്ഥലം ഇന്നോടത്താണെന്ന് അറിയാത്ത നമ്മൾക്കത് ഒരാളോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കണ്ടേ. എവിടെയാണ്, സെക്രട്ടേറിയറ്റിലാണെങ്കിലും വേറെ സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ചോദിച്ച് തന്നെ മനസ്സിലാക്കണ്ടേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ബോൾഡും പണവും പ്രശസ്തിയും ഉള്ളൊരു പെൺകുട്ടിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പാവങ്ങളിൽ പാവങ്ങളായ പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ പെൺകുട്ടിക്ക് എന്തിൻ്റെ കുറവുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്തത്? വീട്ടിൽ അമ്മയില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരോടും ഒരു വിഷമവും പറയാത്തവർക്ക് സംഭവിക്കുന്നതാണിത്. നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നമ്മളെ കൂട്ടുകാരികളോടോ ആരോടെങ്കിലും അമ്മയില്ലാത്ത അവസ്ഥയ്ക്ക് അച്ഛനോടോ സഹോദരനോടോ കൂട്ടുകാരിയോടോ എല്ലാവരോടും പറയാം. പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് കുറേ നമുക്കതങ്ങ് പോയി കിട്ടും. ഇതെല്ലാം മനസ്സിൽ അട്ടിവെച്ച് മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് കാണുമ്പോഴാണ് പിഞ്ച് മക്കളെ പിടിച്ചുകൊണ്ട് പുഴയെ ചാടുക, മരണത്തിലേക്ക് പോകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. അതൊരു വല്ലാത്ത വേദനയല്ലേ, വല്ലാത്തൊരു മരണമല്ലേ. ആശ്രയിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് അവസാനത്തെ തോന്നലിൽ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് തിരഞ്ഞെടുക്കുകയല്ലേ. നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം കുടുംബങ്ങളെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞതാ എനിക്ക്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മായിയമ്മമാരും അമ്മാവന്മാരും അമ്മോശാക്കന്മാരും ഭർത്താക്കന്മാരും ഇന്നുമുണ്ടോ ലോകത്ത് ജീവിച്ചിരിപ്പ്? പണം 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 പണം, അതാരുടെ പണമായാലും എങ്ങനത്തെ പണമായാലും അത് മാത്രം മതി. എന്താണ് ആ പെൺകുട്ടിക്കൊരു ജോലി കിട്ടിയ ജോലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയണു ഹൈക്കോടതിയിൽ. പക്ഷേ എന്നാലും അതിനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അയാൾക്കും ജോലിയുണ്ടെന്ന് പറയണു. എവിടെ കൊണ്ടുപോകാനോ? ചത്ത് കുഴിയിൽ വെക്കാനാണോ? ഇവന് പെട്ടിയുടെ കൂടെ കുഴിയിൽ വെക്കാനാണോ അത്ര പണം? ജീവിക്കാനുള്ള പണം പോരെ തമ്പുരാനെ. ഓരോരോ പെൺകുട്ടികളുടെ ജീവിതം കൊണ്ട് ഓരോ അമ്മായിയമ്മമാരും അമ്മോശാക്കന്മാരും ഭർത്താക്കന്മാരും കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല.
നമ്മളൊക്കെ പറയും സ്ത്രീ സ്വതന്ത്രയായി നിങ്ങൾക്ക് അഹങ്കാരം കൂടിക്കുകയാണ്, സ്വാതന്ത്ര്യം കൂടിയോണ്ട് അഹങ്കാരം കൂടിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അഹങ്കാരമില്ലാതെ അടങ്ങിയിരിക്കുന്നവരുടെ കോലമാണ് മക്കളെ ഇത്. അതുകൊണ്ടാണ് അഹങ്കാരം കാണിക്കുന്നത്. കാരണം എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയായി, അവളുടെ കാര്യങ്ങൾക്ക് അവൾ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ അവൾ തോന്നിയവാസിയായി. മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടി സിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ അങ്ങാടി പശുവായി. കണ്ടില്ലേ നിങ്ങൾ? ജീവൻ എടുക്കണ ഒരു ജീവനല്ല 3 ജീവൻ പോയി. ഞാൻ തന്നെ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ചതിനെ പറ്റി. ഞാൻ അതിലും പറഞ്ഞിരുന്നു അയാൾക്കും 6 മാസം കഴിയുമ്പോൾ ഭാര്യ കിട്ടുന്നു, ഇവർക്കും 6 മാസം കഴിയുമ്പോൾ ഇവനും കിട്ടും ഭാര്യ, അല്ലേ? ആ വീട്ടിൻ്റെ അകത്ത് ആ പെൺകുട്ടി അനുഭവിച്ച് വന്ന പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ, നിറത്തിൻ്റെ പേരിൽ, മറ്റേ ഷെയർ കിട്ടിയതിൻ്റെ പേരിൽ, സ്വർണത്തിൻ്റെ പേരിൽ, ഇതൊക്കെ അനുഭവിക്കുന്നത് ഒരു അഡ്വക്കറ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടുന്ന് നമുക്ക് നീതി കിട്ടാനാണ്? കിട്ടുമോ? ഇങ്ങനെ പോയാൽ നമ്മൾക്ക് കിട്ടുമോ നീതി? ഭ്രാന്ത് പിടിച്ചാൽ ചെങ്ങലക്കിടാം, പക്ഷെ ചെങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കാരണം നമ്മളെപ്പോലത്തെ ഒരാൾക്കാണെങ്കിൽ നമ്മൾക്ക് ജിഷമോളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. ജിഷമോൾക്കേ ഈ അവസ്ഥയാണെങ്കിൽ നമ്മൾ ആരടുത്തേക്ക് ഓടിച്ചെല്ലും? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. കാരണം 3 ജീവൻ പോകുന്നത് മാത്രം, 3 ജീവൻ പോയതിനെ പറ്റി മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, മെസ്സേജ് കൂടെ തിരുത്തുക, പൊറുക്കുക. അതേമാതിരി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു നല്ലത് മാത്രം വരുത്തട്ടെ. ഇങ്ങനത്തെ ഒരു അപകടങ്ങളിൽ നമ്മളെ കുടുംബങ്ങളിലെ മക്കളെയും നമ്മളെയും കൊണ്ടുപോയി പെടുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ വിട പറയുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാഹ്. ആയസോടെ ഉണ്ടെങ്കിൽ.